ലോകത്തിലെ നമ്പർ 1 ട്രാവൽ ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർട്ട് ദുബായ് വേൾഡ് സെന്ററിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2300 പരം എക്സിബിറ്റേഴ്സാണ് മേളയിൽ ഭാഗമായത്. ദുബായ് വേൾഡ് സെന്ററിൽ നടന്ന ടൂറിസം മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2300 പരം എക്സിബിറ്റേഴ്സും 14,000 പരം ഡെലിഗേറ്റ്സും പങ്കെടുത്തു. ഇന്ത്യൻ പവലിയനിൽ നടന്ന ചടങ്ങിൽ ടൂറിസം പ്രൊമോഷൻ ലോഞ്ചിങ് അറ്റ് ATM ഇന്ത്യൻ ഗവൺമെന്റ് കൗൺസിലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ നിർവഹിച്ചു. ഇന്ത്യ ടൂറിസം ഡയറക്ടർ ജ്യോതിക, അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ ശ്രീവാസ്തവ, ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീഷ്യൽസ് കാളിമുത്തു, സയ്യിദ് അലി റസ, UAE കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ്, ഇന്ത്യൻ ട്രാവൽ ടൂറിസം ട്രേഡ് അസോസിയേഷൻ അധ്യക്ഷൻ അഷ്റഫ് വെള്ളേങ്ങൽ, KTM സൊസൈറ്റി മുൻ അധ്യക്ഷൻ EM നജീബ് തുടങ്ങിയവർ ഭാഗമായി. കേരളത്തിൽ നിന്നുള്ള പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടലുകൾ, മലയാളികളായ ടൂറിസം സംരംഭകർ എന്നിവർ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുത്ത കരാറുകൾ ഉറപ്പിച്ച് നേട്ടം കൈവരിച്ചു. UAE അല്ലൈൻ ഇന്ത്യൻ ട്രാവൽ ട്രേഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ അഷ്റഫ് വെള്ളേങ്ങൽ, സക്കരിയ അബ്ദുൽ മനാഫ്, മുഹമ്മദ് ഇക്ബാൽ, ബാബു, നാസർ ഹമീദ്, ഷറഫു അഷ്റഫ്, ബിജു നായർ, ഫെർണാണ്ടസ് എന്നിവർ ഇന്ത്യൻ ടൂറിസം പ്രൊമോഷൻ ക്യാമ്പയിന് നേതൃത്വം നൽകി. അറേബ്യൻ ട്രാവൽ മാർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതോടൊപ്പം നമ്മൾ ഒരുപാട് അറബികളെ നമ്മൾ UAE നിന്നും അതുപോലത്തെ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാനുള്ള ഒരു ടൂൾ ആയിക്കൊണ്ട് ഒരു സംരംഭം, ഒരു ഉടക്കയായിക്കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ അറേബ്യൻ ട്രാവൽ മാർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരുപാട് കണക്ടിവിറ്റി ഫ്ലൈറ്റുകളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാഷണൽ കാരിയർ, നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കണക്ടിവിറ്റി എപ്പോഴും വേണം. ഫ്ലൈറ്റ് ക്യാൻസലേഷനൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആണ്. അതൊന്നും ഉണ്ടാവാതെ ഇനി നല്ല കാലങ്ങൾ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. Make a Statement Jewelry by Claris.